അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജനന വാർത്ത അറിയിക്കുവാൻ വന്ന ദൂതൻ ആട്ടിടയരോട്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അടയാളം വെളിപ്പെടുത്തുകയും ദൂതനോടൊപ്പം സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്തു. അവർ പറഞ്ഞ വാക്കുകളാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കേട്ടത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ദൂതഗണങ്ങൾ പറഞ്ഞത്. ഭൂമിയിലെ മനുഷ്യൻ്റെ പാപം മൂലമുള്ള വീഴ്ചയ്ക്ക് ശേഷം സമാധാനമില്ലായ്മയും അലച്ചിലും മത്സരവും അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ യേശു സ്ത്രീയിൽ നിന്നും ജനിച്ചു. ആ ശിശുവിൻ്റെ ജനനം വാസ്തവത്തിൽ അറിയേണ്ടിയിരുന്നവരായ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും അത് അറിഞ്ഞില്ല, അഥവാ ദൈവം അവർക്ക് ആ വിവരം അറിയിച്ചില്ല. കാരണം അവർ ന്യായപ്രമാണം നന്നായി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ തങ്ങൾക്ക് ലഭിച്ചതും തങ്ങൾ പഠിച്ചതും ആയ ന്യായപ്രമാണം അനുസരിക്കാത്തവരും ദ്രവ്യാഗ്രഹികളും അധികാര കസേര മോഹികളും ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ കൊണ്ട് ന്യായപ്രമാണത്തെ വ്യാജമാക്കി മാറ്റുകയും ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്തുന്ന മാനുഷ്യ നിയമങ്ങളായ ട്രഡിഷൻ, പാരമ്പര്യം, സമ്പ്രദായം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പുസ്തകത്തെ അനുകരിക്കുവാൻ ജനത്തെ പഠിപ്പിക്കുന്നവരുമായിരുന്നു. ഗോഡ്സ് വേർഡ് ട്രാൻസ്ലേഷനിൽ ബിക്കോസ് ഓഫ് യുവർ ട്രഡിഷൻ യു ഹാവ് ഡിസ്ട്രോയിഡ് ദ അതോറിറ്റി ഓഫ് ഗോഡ്സ് വേർഡ് എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനം ഈ കൂട്ടർ അറിയാതിരുന്നത്. യേശുവിൻ്റെ ജനനം ആദ്യം ഇടയന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കിഴക്കുള്ള വിദ്വാൻമാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വിദ്വാൻമാർ മുഖാന്തരം ഹെരോദ രാജാവ് അറിഞ്ഞു. ഹെരോദാവ് മുഖാന്തരം മാത്രമേ മഹാപുരോഹിതന്മാരും കൂട്ടുകാരും യേശുവിൻ്റെ ജനനം അറിഞ്ഞിരുന്നുള്ളൂ. ആട്ടിടയരോടാണ് ദൂതൻ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം സുവിശേഷിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ പാപം പോക്കി അവനെ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് മഹാസന്തോഷം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ NIV ഇംഗ്ലീഷ് വേർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പാപനിമിത്തം സൃഷ്ടാവിൽ നിന്നും അകന്ന് സ്വസ്ഥതയില്ലാതെ അലയുക കൊണ്ടാണ് മനുഷ്യർ തമ്മിൽ കലഹവും ആരോഗ്യകരമല്ലാത്ത മത്സരങ്ങളും നടക്കുന്നത്. സമാധാനമില്ലാത്തതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ എന്ന ദൈവദാസൻ പറഞ്ഞത്, ദൈവമേ, എൻ്റെ ആത്മാവ് നിനക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് നിന്നിൽ ചേരുവോളം അതിന് സ്വസ്ഥതയുണ്ടാവുകയില്ല എന്ന്. ദൈവാത്മാവിന് വസിക്കുവാനുള്ളൊരു സ്ഥലം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അവിടെ ദൈവാത്മാവിന് ഇടം ഇല്ലാത്ത വിധം അകൃത്യം അവിടെ കയറിയാൽ സ്വസ്ഥതയില്ലായ്മ നിമിത്തം മനുഷ്യൻ അലയേണ്ടി വരും. ഹൃദയത്തിൽ ദൈവാത്മാവ് വന്നാൽ മാത്രമേ ആ അസ്വസ്ഥത നമ്മിൽ നിന്നും നീങ്ങിപ്പോവുകയുള്ളൂ. ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്നാണ് മോശയോട് യഹോവ അരുളി ചെയ്തത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവാണ് സമാധാന പ്രഭു. അവൻ എവിടെയുണ്ടെങ്കിലും അവിടെ സമാധാനമുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ യേശു വന്നാൽ അവിടെ സമാധാനം കൊണ്ട് അവൻ നിറയ്ക്കും. കാരണം യേശുവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലെ സകല നിരാശയെയും ആകുലതകളെയും നീക്കി പ്രത്യാശയും ദൈവിക സമാധാനവും നിറയ്ക്കുന്നു. നമ്മുടെ ഉള്ളിൽ ക്ഷീണവും മടുപ്പും നിരാശയും വരുമ്പോൾ നാം ഓടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. കാരണം ദുരാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പകയും നിരാശയും ആത്മഹത്യാ പ്രേരണയും കൊണ്ടുവരുന്നത്. ആ സമയത്ത് നാം യേശുവിൽ അഭയം പ്രാപിക്കണം. നല്ല പ്രത്യാശയും സമാധാനവും
സന്തോഷവും തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ദൂതൻ നാട്ടിടയരോട് യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ പറഞ്ഞത്, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്നതാണ് ദൂതൻ പറഞ്ഞ മഹാസന്തോഷത്തിന് മുഖാന്തരം. എല്ലാ കാലത്തും മനുഷ്യർ വ്യാജ സമാധാനവും വ്യാജ ശരണവും വ്യാജ പ്രത്യാശയും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം വ്യാജ ശരണങ്ങളായിരുന്നുവെന്ന് മനുഷ്യർ മനസ്സിലാക്കുമ്പോഴേക്കും അവർ ദൈവത്തെ വിട്ട് വളരെ ദൂരം പോയി കഴിഞ്ഞിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്വഭാവത്തിനുടമകളായി ജീവിച്ചാൽ വ്യാജ ശരണത്തിലേക്കും വഞ്ചിക്കുന്ന ഇസങ്ങളിലേക്കും തിരിയാതെ വണ്ണം യേശു നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരും. നല്ല ദൈവിക ജ്ഞാനം യേശു നമുക്ക് തരും. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, നാം യേശുവിനെ പ്രസാദിപ്പിച്ചാൽ അവൻ നമ്മെ ഏകനായി വിടുകയില്ല. യേശു തുടരുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ദൈവത്തെ അനുസരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കണം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നാം യേശുവിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഹിതമെല്ലാം പ്രവർത്തിക്കാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളെയും നാം അനുസരിക്കണം. ദൈവം പാപികളെ സ്നേഹിക്കുന്നുവെങ്കിലും പാപത്തെ വെറുക്കുന്നവനാകയാൽ പാപത്തെ വെറുക്കാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം നഷ്ടം സഹിച്ച് യേശുവിനെ പ്രസാദിപ്പിച്ചാൽ, അങ്ങനെ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഈ ഭൂമിയിലും സമാധാനവും രക്ഷയും കൊടുക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. എത്രമാത്രം സമാധാനമില്ലാത്ത കാലഘട്ടത്തിലാണെങ്കിലും യേശു നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കും. യേശു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ജനം സാത്താൻ്റെ ബന്ധനത്തിൽ ആയിരുന്നു. കാരണം ആദാമിൻ്റെ പാപം സകല മനുഷ്യരിലേക്കും വ്യാപരിച്ചിരുന്നു. യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തിലെ യാഗങ്ങളാൽ അവരുടെ പാപങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്തിക്കൊണ്ട് പാപത്തെ മറയ്ക്കാമായിരുന്നെങ്കിലും ഭൂമിയിലെ യഹൂദന്മാർ അല്ലാത്ത അനേകം ജാതികൾക്ക് പാപത്തിൽ നിന്നും മോചനത്തിനായി സൃഷ്ടാവ് ഒരു മാർഗം നിർദ്ദേശിച്ചിരുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിലും, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാണാതെ പോയ അഥവാ ദൈവത്തിൽ നിന്നും പാപം മൂലം അകന്നുപോയ ഭൂമിയിലെ സകല മനുഷ്യരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് യേശു കന്യകയിൽ കൂടി ഈ ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെയാണ് യേശുവിൻ്റെ ജനനം സകല ജാതികൾക്കും സന്തോഷ വിഷയമായി തീരുന്നത്. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത്, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം സുവിശേഷിക്കുന്നുവെന്ന്. യേശു ഭൂമിയിൽ ജനിച്ചാൽ മാത്രം പോരാ, അവൻ മനുഷ്യൻ്റെ പാപവും ശാപവും തൻ്റെ സ്വന്തം തോളിൽ ചുമന്ന് കാൽവരി ക്രൂശിൽ കയറി രക്തം ഊറ്റിക്കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തണമായിരുന്നു. യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. തന്നെയുമല്ല, ഇനി അല്പകാലം കഴിഞ്ഞവൻ വീണ്ടും വന്ന് അവനായി കറയും ചുളുക്കവുമില്ലാതെ കാത്തിരിക്കുന്നവരെ ചേർക്കുമെന്നത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് മുമ്പ് സകല മനുഷ്യരും മരണഭയത്തിന് അടിമകളായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷയായ അഥവാ ശമ്പളമായ നിത്യനരകത്തിന് യോഗ്യന്മാരായിരുന്നു. ദൈവത്തിൽ നിന്നും അകന്ന് പരദേശികളായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ മഹാപാപപരിഹാര ബലി മൂലം ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കുകയും അവൻ നമുക്ക് അയച്ചു തന്ന അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്തു. അന്യന്മാരും പരദേശികളും ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാത്തവരുമായിരുന്ന
നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവി യേശു ക്രിസ്തു മൂലം ലഭിച്ചിരിക്കുന്നു. ഈ പദവിയാണ് മഹാസന്തോഷം. ദൈവമകനായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിൻ്റെ പാപം അവൻ്റെയും അവൻ്റെ മക്കളായ നമ്മെയും സാത്താൻ്റെ സന്തതികളാക്കിയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് അംഗീകരിച്ച് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൂടി ദൈവം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ലോകത്തിൽ അനേകം സന്തോഷങ്ങളുണ്ട്. എന്നാൽ ആ സന്തോഷങ്ങളെല്ലാം പാറമേൽ വീണ സ്ഫടികപാത്രം പോലെ തകർന്നു പോകുമ്പോൾ യേശു തരുന്ന സമാധാനവും സന്തോഷവും നമ്മുടെ കല്ലറയ്ക്കപ്പുറം കടന്നു വന്ന് നമ്മെ പിന്തുടരുന്നതാണ്. യേശു തരുന്ന ശാശ്വത സമാധാനവും നല്ല പ്രത്യാശയും മഹാസന്തോഷവും പുത്രത്വവും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾ യേശു തരുന്ന സമാധാനവും ശാശ്വത സന്തോഷവും പുത്രത്വവും പ്രാപിക്കാത്തവരുണ്ടോ? യേശുവിനോട് ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. മരണശേഷമുള്ള നമ്മുടെ നിത്യത യേശുവിനോടുകൂടെ ചിലവഴിക്കുവാൻ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട് എന്ന് ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്താം. കാരണം നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ ക്ഷണികമാണ്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം, പാപത്തെ വെറുക്കാം, എല്ലാവരോടും ക്ഷമിക്കാം, യേശുവിൽ ആശ്രയിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൂതന്മാർ പറഞ്ഞ മഹാസന്തോഷം അനുഭവിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ദിവ്യസമാധാനത്താൽ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വഞ്ചനയിൽ നിന്നും അങ്ങയുടെ മക്കളെ രക്ഷിക്കണമേ. ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും അവരെ വിടുവിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.